എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സണ്ണി സിബ്രിയാൻ. ഞാൻ കൊല്ലം രൂപതയിൽ കോയിവിള സെൻറ്റ് ആൻ്റണീസ് ഇടവകയിലാണ്. ഞാൻ കുഞ്ഞുപ്രായം മുതലേ പള്ളിയിൽ വരികയും വീട്ടിലെ കുടുംബ പ്രാർത്ഥനയും എല്ലാം നല്ല കൃത്യമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഞങ്ങളുടെ അപ്പൻ നല്ലോണം ഞങ്ങളെ ആത്മീയ ജീവിതത്തിൽ കൊണ്ടുപോകുകയുണ്ടായി. അപ്പൻ കുഞ്ഞുപ്രായത്തിലെ പള്ളിയിലെ കാര്യങ്ങളെല്ലാത്തിലും ആക്റ്റീവായിരുന്നു. അങ്ങനെ അപ്പം പള്ളി കൈക്കാരനായിട്ട് കുറേ നാളുണ്ടായിരുന്നു. അങ്ങനെ കോയിവിള പള്ളി പണിയുന്ന സമയത്തൊക്കെ അപ്പനായിരുന്നു കൈക്കാരൻ. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഈ പള്ളി കാര്യങ്ങളുമായിട്ട് കൂടുതലായിട്ട് അടുത്തിട്ട് ഞങ്ങൾ ഇടപഴകിയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ അപ്പൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ അത്ര മുന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലല്ല. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ പോലെ അത്ര മുൻപോട്ടല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി പിന്നെ ഒരു ജോലി സാധ്യത നോക്കി നേരെ വിദേശത്ത് പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ കോയിവിള നാട്ടിലെ ഒരു ശൈലി എന്ന് പറയുന്നത് അതാണ്. വിദേശത്ത് ആ ഒരു കാലഘട്ടത്തിൽ പോയി കാശുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആദ്യം മദ്രാസിൽ പോയി, അവിടെ കുറേ നാളുണ്ടായിരുന്നു. അതിനുശേഷം ബോംബെക്ക് പോയി, അവിടെയും കുറേ നാളുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രവാസത്തിലോട്ട്, അതായത് ഖത്തറിൽ പോകാൻ ഒരു ചാൻസ് കിട്ടി. ഒരു ഇൻ്റർവ്യൂ കായംകുളത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, അങ്ങനെ പാസ്സായി. അങ്ങനെ ഫിറ്ററായിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മുടെ കോയിവിളയുള്ള നമ്മുടെ രവിപിള്ള സാറിൻ്റെ കമ്പനിയിലാണ് ആദ്യം പോകുന്നത്. അവിടെ 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഈ 2 വർഷ കാലയളവിൽ എന്ന് പറയുന്നത് നമ്മുടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അവിടെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ പക്ഷേ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ മറ്റേ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ ആവുന്ന അവർക്ക് സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പള്ളിയിലൊക്കെ പോകാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലായതുകൊണ്ട് നമുക്കങ്ങനെ കൃത്യമായിട്ട് പള്ളിയിൽ പോയി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കാനൊന്നും പറ്റുന്നില്ല. നമ്മൾ പോകുന്നത് വർഷത്തിൽ നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ എല്ലാം പള്ളിയിൽ പോകും. അങ്ങനെ മാക്സിമം പറ്റുന്ന സമയങ്ങളെല്ലാം നമ്മൾ പള്ളിയിൽ പോയി ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും കുർബാനയ്ക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. അതിന് ശേഷം ഖത്തറിലെ 2 വർഷക്കാലം നമ്മളവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 വർഷം കഴിഞ്ഞ് നേരെ നമ്മൾ ദുബായിൽ ഒരു കമ്പനിയിൽ, ചേട്ടൻ ദുബായിലുണ്ടായിരുന്നു, അങ്ങനെ ഒരു വിസ റെഡിയാക്കി തന്നു. അങ്ങനെ ഞാൻ ദുബായിൽ പോയി. പക്ഷേ അവിടെ നമുക്ക് നല്ല ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടെ മുൻപോട്ട് പോകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവിടെ പള്ളിയുണ്ട്, വലിയ പള്ളിയുണ്ട്, പള്ളിയിൽ നിന്ന് ബസ്സുണ്ട്, സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയാണ് അവിടെ മാസ്. അവിടുത്തെ അവധി ദിവസത്തിൻ്റെ ഇത് വെച്ചിട്ട് അവിടെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഞായറാഴ്ചയ്ക്ക് പകരം മാസ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കുർബാനയ്ക്ക് പോകും. മലയാളം മാസത്തിന് പോകും. മലയാളം മാസത്തിൻ്റെ ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിന് നമ്മൾ പോയാൽ മലയാളം മാസത്തിൽ നമുക്ക് പങ്കെടുക്കാം. അങ്ങനെ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കമ്പനി നമുക്ക് അത്രയ്ക്ക് സക്സസ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ സാലറി കറക്റ്റായിട്ട് തന്നില്ല. അങ്ങനെ അവിടെ നിന്ന് മാറി പണിയെടുക്കേണ്ടി വന്നു. വേറെ പുറത്ത് പോയി വർക്ക് ചെയ്തു. അങ്ങനെ കുറേ നാൾ നമ്മൾ അവിടെ ആ ഒരു ലെവലിലായിപ്പോയി. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നീട് എനിക്കിങ്ങനെ പാസ്പോർട്ടും എല്ലാം ആദ്യം ചെന്ന കമ്പനിയിലായിപ്പോയി. അവിടെ നിന്ന് നമുക്ക് നാട്ടിൽ വരാനും പറ്റാത്ത സിറ്റുവേഷനായി. പിന്നെ അവിടെ പൊതുമാപ്പ് വന്നപ്പോഴാണ് നമ്മൾ അവിടെ സർക്കാരിൻ്റെ ആനുകൂല്യം ഈ 2 വർഷവും 5 വർഷവും കൂടുമ്പോൾ അവരുടെ പൊതുമാപ്പ് വരും. അപ്പോൾ ഈ പൊതുമാപ്പ് സമയത്താണ് നമ്മൾ പിന്നെ ഇത് നാട്ടിൽ വരുന്നത്. അങ്ങനെ 2-2.5 വർഷം അങ്ങനെ അവിടെ തന്നെ ആയിപ്പോയി. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു. പ്രവാസത്തിൽ നമ്മൾ ആരായാൽ തന്നെ കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, പ്രവാസത്തിൽ നാട്ടിൽ നമ്മൾ എങ്ങനെ വിശ്വാസിയായിരിക്കുന്നു അതല്ല. പക്ഷേ നേരെ പ്രവാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴായാലും, ഇനി ഏതൊരു വ്യക്തി ആയാൽ തന്നെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നല്ല കർത്താവുമായിട്ട് അടുത്ത് വിശ്വാസത്തിലായിരിക്കും. എങ്ങനെ മാക്സിമം പള്ളിയിൽ പോകാൻ പറ്റുമോ, ഏതൊക്കെ അവസരങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റുമോ അതെല്ലാം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തും. അതാണ് പ്രവാസത്തിലെ ഒരു പ്രത്യേകത. അത് എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ദൈവം നമ്മളെ കൂടുതലായിട്ട് നമ്മൾ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ നമ്മളോട് അടുക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലാകുമ്പോൾ ഇപ്പോൾ ഞായറാഴ്ച മുടങ്ങിയാലും നമ്മൾ അത്ര വലിയ കാര്യമാക്കത്തില്ല. പക്ഷേ പ്രവാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയും മാക്സിമം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകാനുള്ള അത് നോക്കുമായിരുന്നു. അതുപോലെ ദുബൈയിലായിരുന്ന സമയത്ത് എനിക്ക് കർത്താവിൽ നിന്ന് കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് ഈ നാട്ടിൽ വെച്ച് പണ്ടേ മൈഗ്രെയിനിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ
ദുബായിൽ ഞാൻ ചെന്നിട്ട് കമ്പനിയിൽ നിന്ന് ചാടി പുറത്ത് പോയി പണിയ സമയത്ത് എനിക്ക് പാസ്പോർട്ടില്ല എൻ്റെ കയ്യിൽ നാട്ടിൽ വരാനായിട്ട്. ആ സമയത്ത് അവിടെ നല്ല ചൂട് സമയം, ഹ്യൂമിഡിറ്റി നല്ല ഉള്ള ഗൾഫിലെ ചൂടുകൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രോബ്ലമായിട്ട് എനിക്ക് നാട്ടിൽ വരാനായിട്ട് പാസ്പോർട്ടും ഇല്ല എൻ്റെ കയ്യിൽ. എനിക്ക് ഒരു കാരണവശാലും തലവേദന അത്രയ്ക്ക് ഹൈ ഇതിലാണ്, ആ ലെവലിൽ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മരിച്ചു പോകും, ആ ലെവലിൽ തലവേദനയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നാട്ടിൽ വരാൻ പാസ്പോർട്ടില്ല. ഞാൻ എന്തിനാ പലരോടും കമ്പനിയിൽ വിളിച്ച് ചോദിച്ചു എല്ലാം ചെയ്തിട്ട്, പക്ഷേ എനിക്ക് പാസ്പോർട്ട് അവർ തന്നില്ല. ആ സമയത്തേക്ക് അവരൊന്ന് ചാടിപ്പോയതുകൊണ്ട്. പക്ഷേ ആ സമയത്ത് ദൈവമായിട്ട് എനിക്ക് ആ തലവേദന വളരെ സിമ്പിളായിട്ട് മാറ്റി തന്നു. അത് ഞാൻ അന്നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ജോലിക്കും പോകാൻ പറ്റുന്നില്ല, ഒരു നാട്ടിലും വരാനും പറ്റുന്നില്ല. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാനോ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. റൂമിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ എനിക്ക് ആ തലവേദന എങ്ങനെ നിഷ്പ്രയാസം ദൈവം മാറ്റി തന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു പ്രവാസ സമയത്ത്. അത് ഞാൻ ഈ പള്ളിയിൽ പോകുന്നത് കൊണ്ടും ഇതൊക്കെയാണെന്നാണ് എൻ്റെ ഉറപ്പായിട്ടുള്ള വിശ്വാസം. അതിന് ശേഷം പിന്നെ ഞാൻ ആ പൊതുമാപ്പ് സമയത്ത് നമ്മൾ തിരിച്ച് നാട്ടിലെത്തി കുറച്ച് നാൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പുതിയ ഒരു കമ്പനിയിലേക്ക്, കുവൈറ്റിലേക്ക് ഒരു വേക്കൻസി വന്നു. അങ്ങനെ ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ നമ്മൾ പത്രത്തിൽ കാണുന്ന ഇൻ്റർവ്യൂ വെച്ചാണ് പോകുന്നത്, പാൻറ്റേഡ് കണ്ടിട്ട് പോകുന്നതാണ്. അങ്ങനെ പോയി ആലുവ ലിറ്റിൽ ഫ്ലവറിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അതിൽ അറ്റൻഡ് ചെയ്തു, പാസ്സായി. അങ്ങനെ ചെന്ന് വരുന്നത് കുവൈറ്റിൽ അഹമ്മദിയിലുള്ള HOT എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം നല്ല കമ്പനിയായിരുന്നു, എനിക്കറിയാവുന്ന. അവിടെ ചെന്നു, നല്ല സാലറി, നല്ല അക്കോമഡേഷൻ, നല്ല ഫെസിലിറ്റീസ് എല്ലാം. അങ്ങനെ അവിടുത്തെ ഉള്ള പള്ളിയിൽ പോകാൻ തുടങ്ങി. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് പള്ളിയിൽ പോകാൻ സൗകര്യം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കും. അവിടെ അഹമ്മദിയിൽ അമേരിക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് നമ്മുടെ പള്ളി ഉള്ളത്, നമുക്ക് ക്രിസ്ത്യൻസിനുള്ള പള്ളി. അപ്പോൾ അവിടെ ഇപ്പം മണിക്കൂറുകൾക്ക് ഓരോ മണിക്കൂറിലും മാസുകളാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, അങ്ങനെ എല്ലാ ഭാഷയിലും മാസുകളുണ്ട്. അപ്പം നമ്മുടെ മാസിനുള്ള ടൈം നമ്മൾ കണ്ടെത്തി അങ്ങനെ പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്ന് അങ്ങനെ അവിടുത്തെ ജീസസ് യൂത്തുമായിട്ട് കോണ്ടാക്റ്റായി, അവരുമായിട്ട് നല്ല ഇതിലായി. അങ്ങനെ യൂത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പള്ളിയിലെ കാര്യങ്ങളിൽ നല്ലോണം. അവിടെ ആ കമ്പനിയിൽ നമുക്ക് എന്ന് പറയുന്നത് നമുക്ക് ടൈമുണ്ടായിരുന്നു. നമ്മൾ പോയ ജോലി എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. അപ്പോൾ കമ്പനിയിലെ ഓവർ ടൈം അങ്ങനെ ഒരുപാടൊന്നുമില്ല, പക്ഷേ സാലറി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ അതുകൊണ്ട് നമുക്ക് പള്ളി പോകാനൊക്കെയുള്ള ടൈമും എല്ലാം കിട്ടുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ജീസസ് യൂത്തുമായിട്ട് നല്ലോണം ആക്റ്റീവായതിനു ശേഷം അവർ തന്നെ നമ്മളോട് ചോദിക്കേണ്ടായി, നിങ്ങളുടെ ഏരിയയിൽ നിന്നൊരു വണ്ടി വിടണം പള്ളിയിലേക്ക്, അപ്പം അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടുന്ന് ഒരു ഒമിനി വാന് അറേഞ്ച് ചെയ്തിട്ട് ഞാനായിട്ട് പള്ളിയിൽ വരുന്ന കുറേ സുഹൃത്തുക്കളെ കമ്പനി ക്യാമ്പിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ മേടിച്ചിട്ട് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച പള്ളിയിലേക്കുള്ള വണ്ടി വിടുമായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ പള്ളിയിൽ കൊണ്ടുപോകാനും തൊട്ടടുത്തൊരു നേഴ്സിംഗ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേഴ്സുമാരുടെ, അപ്പോൾ ആ ക്യാമ്പിലെ കുറേ കുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികൾ. അവരും അപ്പോൾ അവസാനം ഒരു വണ്ടി കഴിഞ്ഞ് പിന്നെ 2 വണ്ടിയായി. അങ്ങനെ ആൾക്കാരെ പള്ളിയിൽ കൊണ്ടുപോയി വരാനുള്ളൊരു അവസരം ഒരുക്കി. അതും ദൈവമായിട്ട് എനിക്ക് ഒരുക്കി തന്നൊരു അവസരമായിരിക്കും, എല്ലാവർക്കും ഒരു പള്ളിയിൽ വരാനുള്ളൊരു അവസരം. അങ്ങനെ കുറേ നാൾ ഞാൻ പള്ളിയിലേക്ക് വണ്ടി വിടുകയുണ്ടായി അവിടുത്തെ നിന്ന്. അങ്ങനെ യൂത്തിൻ്റെ കാര്യങ്ങളിലും അവിടുത്തെ എല്ലാ ആഴ്ചയിലും നമ്മൾ പള്ളിയിൽ കൃത്യമായിട്ട് പോയിരിക്കും. പിന്നെ ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ധ്യാനം ഉള്ളപ്പോഴും പിന്നെ ദുഃഖ വെള്ളിയാഴ്ചയും പെസഹ വ്യാഴവും എല്ലാം സ്പെഷ്യലായിട്ട് വണ്ടികൾ അറേഞ്ച് ചെയ്ത് കുട്ടികളെ, ആൾക്കാരെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിൽ നമ്മൾ ആക്റ്റീവായിരുന്നു. പിന്നീട് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് മാറി കുവൈറ്റിൽ തന്നെ വേറെ ഒരു കമ്പനിയിലോട്ട് നമുക്ക് മാറേണ്ടിയിരുന്നു. സാലറിയുടെ കുറച്ചുകൂടെ നമുക്ക് ഇൻക്രിമെൻ്റ് സാലറി കിട്ടുന്നതനുസരിച്ച് ഞാൻ മാറുന്നൊരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അടുത്തൊരു കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്ന് അങ്ങനെ ഞാൻ SBC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കയറി. അവിടെ നിന്നപ്പോഴും കുഴപ്പമില്ല, പള്ളിയിലെ കാര്യങ്ങളെല്ലാം ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. HOT എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു ചിട്ടയുണ്ടായിരുന്നു എനിക്ക്. രാവിലെ വെളുപ്പിലെ നമുക്ക് 5 മണിക്കാണ് ബസ്. അപ്പോൾ വെളുപ്പിലെ എങ്ങനെ ആയാലും ഒരു 3:30-4 മണിയാകും, 3:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ എഴുന്നേറ്റ്
കൃത്യമായിട്ട് ഉറക്കം എഴുന്നേറ്റ് ആദ്യം പ്രാർത്ഥിച്ച് റെഡിയായിട്ട് വേണം മാത്രമേ നമ്മൾ ഇറങ്ങാറുള്ളൂ. വൈകിട്ടും അതുപോലെ തന്നെ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന, അതായത് വൈകുന്നേരം പക്ഷേ റൂമിലുള്ളത് ബാക്കി മുസ്ലിംസും ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അവരവരുടേതായ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പോന്നു. പക്ഷേ ഞാൻ നമ്മുടേതായ രീതിയിൽ ആ പ്രാർത്ഥന റൂമിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു ചൈതന്യം ഉണ്ടായിരുന്നു റൂമിൽ. നമുക്കും അങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രാർത്ഥന അനുഭവത്തിൽ തന്നെ ആയിരുന്നു നമ്മൾ കുവൈറ്റിലും ആ റൂമിലും നല്ലോണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നെ ആ കമ്പനിയിൽ നിന്ന് നമ്മൾ ഈ സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മാറേണ്ടി വന്നു. നമ്മൾ അടുത്ത കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് പുതിയ ഫ്രണ്ട്സായി, പുതിയ ആൾക്കാരായി, പുതിയ കമ്പനി, പുതിയ പരിചയക്കാർ എല്ലാവരും. അപ്പോൾ അവിടെ ചെന്നപ്പോഴും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. എനിക്ക് ഈ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കളെ ഒരുപാടുണ്ട്. അപ്പോൾ പല കമ്പനിയിൽ മാറി നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തുനിന്നും ഇഷ്ടം പോലെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിൽ ഒരുപാട് പേര് നമ്മളെ എപ്പോഴും വിളിക്കാറുമുണ്ട്, അവരെ കാര്യങ്ങൾ പറയാറുമുണ്ട്. ഇത് കണക്കുള്ള പള്ളിയിലെ അനുഭവങ്ങളായാലും അവരെ കൊണ്ടുപോയിട്ടുള്ള അനുഭവങ്ങളായാലും പിന്നെ റൂമിലുള്ള അനുഭവങ്ങളായാലും എപ്പോഴും വിളിച്ച് സംസാരിക്കാറുണ്ട്. എല്ലാം നല്ല സുഹൃത്തുക്കളാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് കൂടുതലും. അതിനുശേഷം പുതിയ കമ്പനിയിലെന്ന് പറയുന്നത് നല്ല സാലറിയും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഇതിലായിരുന്നു. പുതിയ കമ്പനിയിൽ രണ്ടാമത്തെ കമ്പനിയിൽ വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ആദ്യത്തെ കമ്പനിയിൽ ഉണ്ടായിരുന്നത് പോലെ അങ്ങോട്ട് പള്ളിയിലെ കാര്യങ്ങൾ ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലി തിരക്കും കാരണവും അങ്ങനെ നമുക്ക് ടൈമിൽ ഡ്യൂട്ടി കഴിഞ്ഞ് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പള്ളിയിലെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ പുറന്നോട്ട് മാറി. അങ്ങനെ പക്ഷേ പ്രവാസത്തിൽ നമ്മൾ എപ്പോഴും പോകുന്നത് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ നമ്മൾ പ്രവാസത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ജോലിയുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പള്ളിയിൽ പോകാനൊക്കുന്നില്ല കൃത്യമായിട്ട്. പക്ഷേ എങ്കിലും ഞാൻ വെള്ളിയാഴ്ചകളിൽ എങ്ങനെയെങ്കിലും പള്ളിയിലെത്താൻ നോക്കുമായിരുന്നു മാക്സിമം. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി. പക്ഷേ ആ സമയത്ത് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞു എനിക്ക് 3 മക്കളായി. പിന്നീട് അപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ചെറിയ ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യാഴാഴ്ച രാവിലെ ആയപ്പം എനിക്ക് ഭയങ്കര വയറ്റ് വേദനയെ തുടർന്ന് അങ്ങനെ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്, നല്ല ഫ്രണ്ട്സാണ്. അവരെല്ലാവരും കൂടെ നമുക്ക് കുറേ നാടൻ മരുന്നുകളുണ്ട്, ജാതിക്ക, അത് കണക്കുള്ള സംഭവങ്ങളെല്ലാം എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൊടി കൈകൾ കാണും. ഇതൊക്കെ തന്നിട്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ഒരു രക്ഷയുമില്ല. വയറ്റ് വേദന കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല. അപ്പോൾ വ്യാഴാഴ്ച അപ്പം ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വെള്ളിയാഴ്ചയായിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ നേരം വെളുത്തു, വെള്ളിയാഴ്ചയായി, വയറ്റ് വേദനയ്ക്ക്. അപ്പോൾ ഞാൻ കൂട്ടുകാർ പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂട്ടുകാരൻ. അവിടെ ചെന്നപ്പോൾ അവർ ഓരോരോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അവസാനം പറഞ്ഞു അപ്പൻഡിക്സാണ് അത്. അപ്പോൾ ഒരു മലയാളി ഡോക്ടറാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലമാണ്, അത് സർജറി ചെയ്യണം, ഉടനെ തന്നെ സർജറി ചെയ്യണം, ആ കണ്ടീഷനിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറ്റത്തില്ല, എനിക്ക് നാട്ടിൽ പോയാൽ മതി, ഞാൻ നാട്ടിൽ പോയി സർജറി ചെയ്തോളാം, ഇവിടെ സർജറി ചെയ്യട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, അങ്ങനെ വിടാൻ പറ്റുന്ന സിറ്റുവേഷനല്ല, നാട്ടിൽ പോകാൻ പറ്റത്തില്ല, സർജറി ഇന്ന് തന്നെ ചെയ്തേ പറ്റത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്പനിയിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടാക്കിയ കൂട്ടുകാരനെ പോകണമായിരുന്നു. അങ്ങനെ അവനങ്ങ് പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ കമ്പനിയിൽ ഞങ്ങളുടെ ക്യാമ്പസിനെ വിളിച്ച് പറഞ്ഞു, ഇത് കണക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ സർജറി പറഞ്ഞിരിക്കുവാണ്, എന്താ വേണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ആളിനെ വിടാം, സർജറി നടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റായി, സർജറി ചെയ്തു. അന്ന് തന്നെ സർജറി ചെയ്തു. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ഈ സംഭവങ്ങളൊന്നും ഞാൻ വീട്ടിൽ അറിയിച്ചതേ ഇല്ല. സർജറി കഴിഞ്ഞു, ഞാൻ അവിടെ ICUവിൽ അവിടെ തന്നെ കിടത്തിയിരിക്കുകയാണ് എന്നെ. അങ്ങനെ
സർജറി കഴിഞ്ഞ് 3 ദിവസമായപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ വിളിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വൈഫിനെന്തോ സംതിങ് തോന്നിയിട്ട് വൈഫ് കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവന്മാരും ഞാൻ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് ആയിരുന്ന സമയത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട്. ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കിടന്നിരുന്നു വെച്ചാൽ നമ്മൾ നാട്ടിലൊരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന കണക്കല്ല, നമ്മൾ വിദേശത്ത് ഒറ്റയ്ക്കപ്പെട്ട് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ അവിടെ നമുക്ക് ആരും പരിചയക്കാരില്ല, നമ്മളെ നോക്കാൻ ആരുമില്ല, വീട്ടിൽ നിന്ന് ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാൻ പോലും ആരുമില്ല. അപ്പോൾ വീട്ടിലുള്ളവരോട് പറയാനും പറ്റുന്നില്ല. പറയാതെ നമ്മൾ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ദൈവമല്ലാതെ ആരുണ്ട്. അങ്ങനെ ദൈവത്തോട് എപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, റൂമിൽ കൊണ്ടുവന്നു തന്നെ. റൂമിൽ വന്നു കിടന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ, മനോജ്, ഉണ്ണികൃഷ്ണൻ, എല്ലാ ഹിന്ദുക്കളാണ് ഇവരെല്ലാം. പക്ഷേ എല്ലാവരും നല്ല സ്നേഹമുള്ള നല്ല സുഹൃത്തുക്കളാണ്. ഇവരെല്ലാവരും എന്നെ നാട്ടിൽ എൻ്റെ അമ്മയും അപ്പനും അല്ലെ ഭാര്യ എങ്ങനെ നോക്കുന്നു അതിനേക്കായി ഇതായിട്ട് ഒരു സർജറി കഴിഞ്ഞ ആളെ എങ്ങനെ നോക്കുന്നു അതുപോലെ അവരെന്നെ കൈവെള്ളയിൽ കൊണ്ട് നടന്നു തന്നെ പറയാം. അത്രയ്ക്ക് നല്ല അനുഭവമായിരുന്നു ആ ക്യാമ്പിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് ചോദിക്കും, ഞാനൊരു സ്വപ്നം കണ്ടു, നിങ്ങളെ ഹോസ്പിറ്റലിലെങ്ങാണോ വന്നോ, എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ പക്ഷേ റൂമിൽ വന്നതിന് ശേഷം വിളിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അന്നേരമാണ് ഞാൻ അവസാനം റൂമിൽ വന്ന് സർജറി കഴിഞ്ഞ് 7-8 ദിവസമായി. അന്നേരമാണ് ഞാൻ പറയുന്നത് ഭാര്യയോട്, ഇതിനൊക്കെ എൻ്റെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനായിരുന്നു, കഴിഞ്ഞു, എല്ലാം ഇപ്പോൾ റൂമിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയെന്ന്. അന്നേരമാണ് ഭാര്യ ഇതൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ അവൾ പറയുന്നത് അവൾ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു കരുതലാണെന്ന് തന്നെ, സ്നേഹത്തിൻ്റെ ഒരു ഇതായിരിക്കും കണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ അവിടെ ആ ഒരു അനുഭവം എൻ്റെ പ്രവാസത്തിലുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു. എന്നെ നോക്കിയ എൻ്റെ കൂട്ടുകാർ ദൈവത്തിൻ്റെ കരുതലെന്ന് തന്നെ പറയാം. വേറെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു സർജറി കഴിഞ്ഞ് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് താങ്ങായും തണലായും ഒരുപാട് സുഹൃത്തുക്കൾ. അതാണ് സുഹൃത്ത് ബന്ധത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആ സുഹൃത്തുക്കളൊക്കെ അപ്പോൾ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇന്നും അവരെയൊക്കെ നമ്മളെന്നും ഓർക്കും എന്നുള്ളതാണ്. എന്നും നമ്മൾ അവരെല്ലാം ഓർക്കും. അവരിപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എവിടെ ഉണ്ടെങ്കിലും. പ്രവാസ ജീവിതത്തിൽ ഇപ്പം ആദ്യം 2004 മുതൽ ഇങ്ങോട്ട് ഞാൻ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ ഒരുപാട് നന്മകളും കോട്ടങ്ങളുമുണ്ട്, നേട്ടങ്ങളുമുണ്ട്. നമുക്ക് പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അങ്ങോട്ട് ഒരുപാട് ഉയരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അത് പറഞ്ഞാലൊന്നും തീരത്തില്ല. എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ഞാൻ പ്രവാസ ജീവിതം കുവൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു സൈറ്റിലായിരുന്നപ്പോഴാണ്, ഞാൻ ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നാട്ടിൽ നിന്നൊരു കോള് വരുന്നു. വൈഫാണ് വിളിക്കുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര ഛർദിലും പിന്നെ കാലിൽ നീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ചെന്നപ്പോഴാണ് ക്രിയാറ്റിൻ ലെവൽ 8 പറയുന്നത്. അപ്പോൾ ഡോക്ടർ അന്നേരെ പറഞ്ഞു നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി, അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലാണ് പോയത്, ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കിഡ്നി രണ്ടും ഫെയിൽഡറാണ്, മാറ്റി വെക്കുക അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡയാലിസിസ് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഡോക്ടറോട് പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് വീഡിയോ കോൾ ചെയ്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡയാലിസിസിലേക്ക് പോയി വൈഫ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് ആകപ്പാട് തകർന്ന് എന്ന് വെച്ചാൽ ഈ കിഡ്നി പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ കാര്യം മൊത്തത്തിലാണ്, ഒരാളിൻ്റെ കാര്യമല്ല, കുടുംബത്തിൻ്റെ കാര്യം മൊത്തത്തിലാണ് താറുമാറാകുന്നത്. അങ്ങനെ ആകപ്പാട് മാനസികമായിട്ട് തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നിന്ന കമ്പനി അവസാനം. പിന്നെ എനിക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. ഞാനപ്പോൾ കോവിഡ് കാലത്ത് 2 വർഷം നാട്ടിലായിരുന്നു. അതിനുശേഷം തിരിച്ച് പോയി 2 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ മൊത്തത്തിൽ തകർന്നു നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് വീണ്ടും ഇങ്ങനൊരു പ്രതികൂല സാഹചര്യം വന്നു പെട്ടത്.
അപ്പോൾ തന്നെ പിന്നെ ഞാൻ കമ്പനിയിൽ കാര്യം പറഞ്ഞു, അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നാട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ആ കമ്പനി ഞാൻ ചെന്ന് 2 മാസം ആയതേ ഉള്ളെങ്കിലും എനിക്ക് വൈഫിൻ്റെ കിഡ്നി മാറ്റി വെക്കുന്നതിൻ്റെ സഹായത്തിനായിട്ട് അവർ 2.5 ലക്ഷം രൂപ അന്ന് തന്നെ എനിക്ക് ചെക്ക് ശരിയാക്കി കൈ തന്നു കമ്പനിയിൽ നിന്ന്. എന്നിട്ട് ടിക്കറ്റും എടുത്ത് തന്നിട്ടാണ് ആ കമ്പനിയിൽ നിന്ന് ഞാൻ നാട്ടിൽ പോരുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന് പിന്നീട് വൈഫിൻ്റെ കിഡ്നി മാറ്റി വെക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഒരു 1.5 വർഷം ഡയാലിസിസിൽ ഉണ്ടായ കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരുന്നു ചെയ്തത്. അതിനുശേഷം ആ സമയത്ത് തന്നെ ട്രാൻസ്പ്ലാന്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ചെക്കപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൊരു സംഘടന ഇവിടുത്തെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ ഈ സഹായം അഭ്യർത്ഥന നടത്തിയെങ്കിലും ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രവാസ സുഹൃത്തുക്കൾ. കോയിവളയിൽ മൊത്തം പ്രവാസികളാണ്. അപ്പോൾ ഈ പ്രവാസ സുഹൃത്തുക്കളാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും. ഇപ്പോൾ തന്നെ ഏകദേശം ഞാൻ പറയാം ഒരു 50 ലക്ഷം രൂപയ്ക്കോളം ചിലവായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇത്രയും പൈസ ഒന്നും ഒരിക്കലും എന്നെക്കൊണ്ട് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റത്തില്ല. ഈ പൈസ തന്ന് സഹായിച്ചത് ഞങ്ങളുടെ കോയിവളയിലുള്ള നാട്ടുകാരും ഈ പ്രവാസി സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇങ്ങനെ അവസരത്തിൽ പറയുകയും കൂടെ ചെയ്യുകയാണ്. അങ്ങനെ പ്രവാസത്തിൽ ഇരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രവാസത്തിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്നെ പ്രവാസത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പൈസ എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടാണ് ഈ സർജറി എനിക്ക് ചെയ്യാൻ പറ്റിയത് വൈഫിൻ്റെ. ഇപ്പോൾ നല്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നോർമലായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദൈവം ഈ പ്രവാസ ജീവിതത്തിൽ ഇത്രയും ഒക്കെ ആയിട്ടും എന്നെ ഇപ്പോഴും താങ്ങി നടത്തുന്ന ദൈവത്തിന് എനിക്ക് 3 മക്കളുണ്ട്. മൂത്തവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം ഞങ്ങളെ കുടുംബത്തെ ഇപ്പോഴേ നയിച്ചു കൊണ്ടുപോകുന്ന ഇത്രയും പ്രാരാബ്ധങ്ങൾ ഇതിനൊക്കെ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എന്നെ നയിച്ച എൻ്റെ ദൈവത്തിന് എപ്പോഴും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.